ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോഴേ ഇന്ന് കാലത്ത് മുതൽ നല്ല തിരക്കായിരുന്നേ. തിരക്കെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. ഇന്ന് കാലത്തെ ഒരു 8:45 9 മണിയായപ്പോഴത്തേക്കും ഒരു ചൂലും 2 ബക്കറ്റും ഒക്കെ വാങ്ങിയിട്ട് കയറിയതാണ് കേട്ടോ. ഇതാണ് എൻ്റെ കട. കടയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, അതായത് കടയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കേട്ടോ. അപ്പോൾ ഇതാണ് കട. ചെന്ന് കയറിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരമ്മ നടത്തിക്കൊണ്ടിരുന്ന കടയാണ് കേട്ടോ. ആ അമ്മ മരിച്ചുപോയി. അതിനുശേഷം വേറൊരാൾ വാങ്ങി, ആ ആളുടെ നിന്നാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ പ്രാന്തെടുത്തിട്ടിരുന്ന് സാധനങ്ങൾ വൃത്തിയാക്കിയാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ വലിച്ചു വാരി കുന്നുകൂട്ടി ഇട്ടേക്കാണ് കേട്ടോ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പൊട്ടിയതും ചളുങ്ങിയതും അതുപോലെ തന്നെ എലി കടിച്ചതും നല്ലതും വേണ്ടാത്തതും എല്ലാം കൂടെ ഇങ്ങനെ വാരി തള്ളിയിരിക്കുകയാണ് കേട്ടോ. അത് പറക്കി ഒതുക്കുക, അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കുക, കാട് പറിക്കുക, പെയിൻ്റ് അടിക്കുക, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ പരിപാടികളായിട്ട് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കേസ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൊണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവളായതുകൊണ്ട് എൻ്റെ കൂടെ വന്നതെന്ന് പറയാൻ വേറെ ആരാണെങ്കിലും എൻ്റെ കൂടെ വരത്തില്ല കേട്ടോ. കാരണം അതുപോലുള്ള പട്ടിപ്പണിയാണ് ഇന്ന് ചെയ്തത്. നമ്മൾ വേറെ വെളിയിൽ നിന്ന് ഒരാളിനെ പൈസ കൊടുത്ത് നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന അത്രയും പണിയുണ്ടായിരുന്നു കേട്ടോ. അത്രയും പണിയാണ് ഞാനും അവളും കൂടെ ഇന്ന് ചെയ്ത് തീർത്തത് കേട്ടോ. ആദ്യമേ നമ്മൾ ചെന്നിട്ട് ഈ സാധനങ്ങളെല്ലാം വലിച്ചു വരി വെളിയിൽ കളഞ്ഞിട്ട് ഈ ആവശ്യമില്ലാത്ത കുറേ കയറുകളും അതുപോലെ തന്നെ വയറുകളും ഒക്കെ അവിടെ കെട്ടി വെച്ചേക്കാണ് കേട്ടോ. ഇച്ചിരി പ്രായമുള്ള അമ്മയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലായിടത്തും ഇങ്ങനെ കിഴുക്കെട്ടുകളും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റുന്ന ജോലിയായിരുന്നു ആദ്യമേ. ഇപ്പോൾ കാലത്തെ ഒന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു, അതൊന്നും വക വയ്ക്കാതെ ഞാൻ ഈ കയറുകളെല്ലാം അറുത്ത് മാറ്റുകയാണ്. പിന്നെ ഫ്രൂട്ട് സലാഡിൻ്റെ ഫ്ലെക്സ് പുതിയതായിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഓൾറെഡി ഇതിൻ്റെ ചുറ്റാകെ ഫ്രൂട്ട് സലാഡെന്ന് എഴുതിയ ഫ്ലെക്സ് ഉണ്ട്. അതൊരു നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അതടിച്ചും കൂടെ എൻ്റെ കുറച്ച് പൈസ അങ്ങനെ അങ്ങ് പോയാൽ. കാരണം ഈ പൈസയൊന്നും കയ്യിൽ നിന്ന് ഇറക്കുന്നതല്ല, എല്ലാം പണയം വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. പണയം വെച്ച് ചെയ്തിട്ട് ഇതെല്ലാം തിരിച്ച് കിട്ടുമ്പോഴത്തേക്ക് പണയം എടുക്കാമെന്നുള്ളൊരിതിലാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടൊരു നമ്മുടെ 1 മസ്കേര പരിപാടി ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കമ്മൽ പണയം വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കാണും. ആ കമ്മൽ ഞാൻ അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് തന്നെ മിച്ചം പിടിച്ച് എടുത്ത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു ജീവിക്കാൻ പഠിച്ചവളാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. കാരണം ഞാനിങ്ങനെ പൈസകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സേവ് ചെയ്തിട്ട് ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 500 രൂപ ഒരു ദിവസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് 200 രൂപ മാത്രമേ എടുത്ത് ചിലവാക്കത്തുള്ളൂ. ബാക്കി 300 രൂപ ഞാൻ കിട്ടിയില്ല എന്ന് വിചാരിച്ച് മിച്ചം പിടിച്ച് വെക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ച പണയങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തീരുമ്പം സാധനം എടുക്കാൻ വഴിയില്ലാതാകുമ്പോഴും ഞാൻ പണയമാണ് വെക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പൊട്ടുമുടിയൊക്കെ പണയം വെക്കാൻ കാണും. അങ്ങനെയൊക്കെ പണയം വെച്ചിട്ടാണ് ഞാനത് തിരിച്ചെടുക്കുന്നത് കേട്ടോ. തിരിച്ചെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് 1 ഗ്രാം പോലും ഉണ്ടാക്കാൻ സ്വന്തമായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം സ്വർണ്ണത്തിനൊക്കെ അത്രയും വിലയാണ്. പിന്നെ നമുക്കിനി സ്വർണ്ണത്തിൻ്റെ ആവശ്യമില്ല. കാരണം ആർക്കാണ്, ആമിക്കും എനിക്കും ഇടാനുള്ള കമ്മലും മാലയുണ്ട്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരുപാട് സ്വർണ്ണം വാങ്ങിക്കാനും ആമീനെ സ്വർണ്ണം കൊടുത്ത് കെട്ടിക്കാനും ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആമിക്കൊരു വിദ്യാഭ്യാസം കൊടുക്കുക, ഒരു കരയിലെത്തിക്കുക, അത്രയും മാത്രമേ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ലക്ഷ്യമുള്ളൂ കേട്ടോ. അപ്പോൾ മൊത്തം തൂത്തുവാരി കഴിഞ്ഞപ്പോൾ പൊടി അടിച്ചിട്ട് സത്യം പറഞ്ഞാൽ തൊണ്ടയൊക്കെ നല്ല വേദനയായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ കാടെല്ലാം കൂടെ ഒരു വസ്തുവിൽ ഉള്ള കാടെല്ലാം കൂടെ വളർന്നിട്ട് ഇതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഫുള്ള് കാടായി കിടക്കുകയാണ് കേട്ടോ. അവിടെ നിന്നാണ് ഈ എലിയൊക്കെ കയറി വരുന്നത്. അപ്പോൾ പിന്നെ ഇഴജന്തുക്കളും വരാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാട് ചെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് മുള്ള് കയ്യിൽ കൊണ്ടുകയറി കേട്ടോ. അതുമാത്രമല്ല ഈ ദർഭപ്പുല്ലോ അങ്ങനെ എന്തോ ഒരു പുല്ലുണ്ട്, അത് വലിച്ചു പുഴുതപ്പോഴത്തേക്ക് കൈ ഫുള്ള് പൊളന്നിട്ടുണ്ട് കേട്ടോ. എല്ലായിടവും മുറിഞ്ഞ് വാരിയിട്ടുണ്ട്. ഈ പണി തീർന്നപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഈ കാടെല്ലാം കൂടെ ചെത്തി വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടി ഉണ്ടായിരുന്നു കേട്ടോ. പെയിൻ്റ് അടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഇതൊന്നും ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. കാരണം വേറെ ആരാണെങ്കിലും ഫ്രീ ആയിട്ട് വന്ന് ഇത്രയും സഹായമൊന്നും ചെയ്തു തരത്തില്ല കേട്ടോ. ഞാനാണെങ്കിൽ പോലും ചെയ്യത്തില്ല, സത്യം പറയാമല്ലോ. ഞാനാണെങ്കിൽ പോലും വേറൊരാൾക്ക് വേണ്ടി ഇത്രയും സഹായമൊന്നും ചെയ്യത്തില്ല. അവൾ 3-4 ദിവസം കൊണ്ട് എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഓരോരോ കടകൾ തിരക്കാനും അതുപോലെ തന്നെ നമുക്ക് സെറ്റാക്കാനുള്ള വഴികൾ അവിടെ ഇവിടെ അത് ഇത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നടക്കുകയാണ്. അപ്പോൾ കട കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവളെ ബുദ്ധിമുട്ടിക്കണ്ട, പാവം പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി റോഡിൽ ഇരുന്നതെല്ലാം ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കാലത്തെ ആയപ്പോഴത്തേക്ക് എന്നെ വിളിക്കുന്നത് 7 മണിയായപ്പോഴത്തേക്ക് എൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ നിൽക്കുകയാണ്, നീ പെട്ടെന്ന് വന്ന് എന്നെ കൊണ്ടുപോകും, നമുക്ക് പോയി അത് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാവപ്പെട്ടോളെയും കൊണ്ട് വന്നിട്ട് ഞാനിതെല്ലാം വൃത്തിയാക്കിയത് കേട്ടോ. പെയിൻ്റ് അടിച്ച് 2 വരെ അടപ്പിളവി. ഇവിടെ വന്നപ്പോൾ ഒരു കാടായിരുന്നു കേട്ടോ. കട മാത്രമേ ഉള്ളായിരുന്നു. കടയുടെ ചുറ്റാകെ കാടും അതുപോലെ തന്നെ കരിക്ക് വെട്ടിയതിൻ്റെ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും കുപ്പികളും അതും ഇതും എനിക്കറിയത്തില്ല, സോഡ കുപ്പിയുടെ വേസ്റ്റും എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതെല്ലാ സാധനങ്ങളിലൂടെ കാട് കയറി കിടക്കുകയായിരുന്നു. എല്ലാം നമ്മൾ കുറേശ്ശെ ഒതുക്കി പ്ലാസ്റ്റിക് എല്ലാം വാരി ഒരു ചാക്കിലിട്ട് ബാക്കി
എല്ലാം തൂത്ത് വാരി ഒതുക്കി എന്താണ് കാടെല്ലാം പറിച്ചത് വൃത്തിയാക്കി കുട്ടപ്പനാക്കി. അതുപോലെ തന്നെ അതിനകത്ത് കിടന്ന വേണ്ടാത്ത വേസ്റ്റ് പാത്രങ്ങളെല്ലാം വാരി കളഞ്ഞ് ആവശ്യമുള്ളതെല്ലാം തേച്ച് കഴുകി വൃത്തിയായിട്ട് തുടച്ച് കമിഴ്ത്തി വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പെയിൻ്റ് അടിയുടെ വീഡിയോ ഞാൻ അടുത്ത ഇതിലിടാൻ കേട്ടോ, കാരണം ഒരുമിച്ചിടാൻ പറ്റത്തില്ല. കട നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. അതിനെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ എന്നാണ് കട തുറക്കേണ്ടതെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിങ്ങം 1-ാം തീയതി മതിയോ അതോ ഞായറാഴ്ച വേണോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.